എല്ലാവർക്കും നമസ്കാരം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസ് അതുപോലെയുള്ള മറ്റ് എക്സാമുകൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സെഷൻ നമ്മൾ നടത്തുന്നത്. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്നലെയാണ് നമ്മൾ തുടങ്ങിയത്. ഇന്നലത്തെ ചോദ്യത്തിൻ്റെ റിവിഷനോടുകൂടി നമുക്ക് ക്ലാസ് തുടങ്ങാം. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കുക എന്നതാണ് ഇന്നലെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. CSIR കുറിച്ചാണ് ഇന്നലെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. CSIR ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് നിലവിൽ വന്ന സ്ഥാപനമാണ്. ശരിയാണോ? ശരിയാണ്. 1942 നിലവിൽ വന്നത്. ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം നൽകുന്നത് CSIR ആണ്. അതും ശരിയാണ്. 3 CSIR ആസ്ഥാനം ഡൽഹിയാണ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. അതുകൊണ്ട് ഉത്തരം തെറ്റായതായതുകൊണ്ട് എന്താണ്, നൺ ഓഫ് ദി എബവ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് അർത്ഥം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇന്നത്തെ ചോദ്യം. താഴെ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. സ്കീംസും അതിൻ്റെ മാച്ചിങ്ങും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അനുയാത്ര എന്ന് പറയുന്നത് ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പദ്ധതിയാണ്. അനുയാത്ര ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടതാണോ? ഒന്ന് ആലോചിച്ച് നോക്കണം. 2 ആരോഗ്യകിരണം 18 വയസ്സിന് താഴെയുള്ള APL BPL അങ്ങനെയുള്ള വകഭേദം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ചികിത്സ ആവശ്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം ആണോ? 3 എൻ്റെ കൂട് വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഉറപ്പുവരുത്താൻ മറ്റ് സൗകര്യങ്ങളും ഭക്ഷണമൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണ് എൻ്റെ കൂട്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയായത് ഏതൊക്കെയാണ്? അനുയാത്ര എന്ന് പറയുന്നത് ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അനുയാത്ര. അത് ശരിയാണ്. 2 ആരോഗ്യകിരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഈ പറഞ്ഞ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. 3 എൻ്റെ കൂട് വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്കുള്ള ഈ പറഞ്ഞ സംരക്ഷണ പദ്ധതിയാണ് ഇത് എൻ്റെ കൂട് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഈ കൊടുത്തിരിക്കുന്ന 3 ശരിയാണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. എൻ്റെ കൂട് ശരിയാണ്. അതുപോലെ തന്നെ ആരോഗ്യകിരണം, അനുയാത്ര. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു ക്വസ്റ്റ്യനും തലേന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ്റെ റിവിഷനും മാത്രമാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് കോംപ്ലിക്കേഷൻ ഇല്ലാതെ റിവൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.